ഏത് നഴ്സിന്റെ കാര്യം മോളെ നീ പറയുന്നത്? അഭ്യർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാ അവര്. മോനെ പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേയുള്ള പരിചയ. എന്റെ ഡെലിവറി നടക്കുന്ന സമയത്ത് അവർക്ക് ലേബർ റൂമിലായിരുന്നു ഡ്യൂട്ടി. അതുകൊണ്ടാ കുഞ്ഞിന്റെ കാര്യം ഇത്ര കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റിയത്. അവരെന്തൊക്കെ പറഞ്ഞു നിന്നോട്? ആദ്യം ഒന്നും പറയാൻ അവർ തയ്യാറായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ അഭ്യർത്ഥിയാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് അവര് സമ്മതിച്ചു. ഞാൻ അവരെ വെറുതെ വിടില്ല. എന്നോട് എന്തിനാ അവരത് ചെയ്തത് എന്ന് എനിക്കറിയണം. ഞാൻ അവരെ കൊണ്ടത് പറയിക്കും. ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പേരും അഭ്യർത്ഥി പറയും. ഇനി എന്റെ കുഞ്ഞിനെ തിരിച്ചു തരേണ്ടത് അഭ്യർത്ഥിയുടെ ഉത്തരവാദിത്തം. അല്ല, ബാലാമണി എല്ലാം അറിഞ്ഞോ? ഉവ്വ്, അറിഞ്ഞു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ യാദൃച്ഛികമായിട്ട് അവൾ കണ്ടു. അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. ബാലാമണിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് സുമംഗല പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. ആ നഴ്സ് അമ്മയുടെ പേര് പറയാൻ പറ്റുമോ ചെയ്തോ? ഇല്ല, അവർക്ക് സുമംഗലെ അറിയില്ലല്ലോ. അഭിരാമിയെക്കുറിച്ച് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. പക്ഷേ ബാലാമണിക്ക് സംശയമുണ്ട്. മറ്റാരെങ്കിലും പറയാതെ അഭിരാമി ഇങ്ങനൊരു കാര്യം ചെയ്യില്ലല്ലോ. പിന്നെ ആ സമയത്ത് സുമംഗല ജയിലിലായിരുന്നു എന്നതുകൊണ്ടും അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും അഭിരാമി സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണിതെന്നും ഒക്കെ ഞാനൊന്ന് പറഞ്ഞു ഫലിപ്പിച്ചു. അല്ല, ബാലാമണി അതൊക്കെ വിശ്വസിച്ചോണ്ടിയാമേ? അവളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? എത്രയും പെട്ടെന്ന് കുഞ്ഞെവിടേണ്ടെന്ന് കണ്ടെത്തണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ സുമംഗലയും ബാലാമണിയും തമ്മിൽ ഇപ്പോഴുള്ള ബന്ധം തകരും. അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് രണ്ടുപേർക്കും അത് താങ്ങാൻ കഴിയില്ല. എടാ, ബാലാമണി സുമംഗലയെ ശത്രുവായി കരുതുന്നത് എനിക്കും നിനക്കും താങ്ങാൻ കഴിയോ? പുണ്യാമ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പാല് വാങ്ങാൻ പറഞ്ഞിട്ട് ആ ചെക്കനതങ്ങ് മറന്നു. കുടിക്ക്. അഴകത്തമ്മ നിന്നെ ചതിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്കങ്ങനെ ഒരു തോന്നലുണ്ടോന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീയൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്കത് മനസ്സിലായി. അമ്മേ, ചതിച്ചത് അഴകത്തമ്മയാണോന്ന് നിനക്ക് സംശയമുണ്ട്. ആശ്വാസത്തിനായി നീ എന്നെ തേടി വന്നതിന്റെ കാരണം അത് തന്നെയാ. ഒരിക്കലും നീ അങ്ങനെ കരുതരുത് മോളെ. നോക്ക്, ആ അമ്മ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണ്. നിന്നെ വേദനിപ്പിക്കാൻ അവരെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അവരെ സംശയിക്കുന്നത് മഹാപാപമാ മോളെ. അമ്മേ, അമ്മ തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? നിന്റെ അമ്മ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചവരാണ്. ആ നെറികേട് ഞാൻ അവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. അതുപോലല്ല നിന്റെ കാര്യം. അമ്മയെ സംശയിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ എന്റെ മനസ്സിലുണ്ട്. എന്ത് കാരണങ്ങള്? അമ്മ പറയാതെ ആ കുഞ്ഞിന്റെ കാര്യം അഭ്യർത്ഥി എന്നിൽ നിന്ന് മറച്ചു വെക്കില്ല. ഇനി ചിലപ്പോ അമ്മ തന്നെയായിരിക്കില്ലേ അഭ്യർത്ഥിയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്? ഇല്ല, ഒരിക്കലും അവരത് ചെയ്യില്ല. നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവരുടെ പേരക്കുട്ടിയാ. അത് മരിച്ചുപോയി എന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയുമോ മോളെ?
നിന്നെപ്പോലെ തന്നെ അവരും ആ കുഞ്ഞിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നതല്ലേ? അവനെ കൊഞ്ചിക്കാൻ അവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ആ അമ്മയ്ക്ക് ഇങ്ങനൊരു കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. ഈ ലോകത്ത് മറ്റാരെ നീ വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ അമ്മയെ നിനക്ക് കണ്ണും പൊട്ടി വിശ്വസിക്കാം മോളെ. അമ്മേ, ഒരുപാട് സംശയങ്ങളോടെയാ ഞാൻ അമ്മയെ കാണാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോ ആ സംശയങ്ങൾ ഒന്നുപോലും എന്റെ മനസ്സിൽ അവശേഷിച്ചിട്ടില്ല. അമ്മ പറഞ്ഞത് തന്നെയാ ശരി. എന്റെ അമ്മയ്ക്ക് ഒരിക്കലും എന്നോട് കള്ളം പറയാൻ കഴിയില്ല. അമ്മ പറയില്ല. തെറ്റാ ഞാൻ അമ്മയോട് ചെയ്തത്. ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ആ തെറ്റിന് ഞാൻ എന്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോളാം. വേണ്ട മോളെ, ഇതൊന്നും സുമംഗല അമ്മ അറിയണ്ട. അറിഞ്ഞാൽ അതവർക്ക് വലിയ വിഷമമാകും. ഇല്ല, എനിക്കിതെന്റെ അമ്മയോട് പറയണം. തെറ്റിദ്ധരിച്ചു പോയതിന് അമ്മയോട് എനിക്ക് മാപ്പ് ചോദിക്കണം. എങ്കിലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. അപ്പോ ഇതാണ് അഴകത്ത ബാലാമണിയുടെ മകൻ. അതെ, ഇത് തന്നെയാ ആ കുട്ടി. അഭിരാമി ഡോക്ടറാ ഇവനെ എന്നെ ഏൽപ്പിച്ചത്. അന്ന് മുതൽ ഞാൻ ഇവനെ വളർത്തുക. മുമ്പ് ഞങ്ങൾക്ക് എന്ത് സഹായത്തിനും ഡോക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ വീണു പോയതോടുകൂടി ഞങ്ങളുടെ കാര്യങ്ങൾ ആകെ കഷ്ടത്തിലായി. ഇവനെ കൊണ്ടൊരു രക്ഷയുണ്ടാവുമെന്ന് വിചാരിച്ചതാ. ആ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കിവനെ വേണം. അതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് തരണം? ഓ, ഒരുപാടൊന്നും വേണ്ടെന്നേ. ഒരു 50 ലക്ഷം രൂപ. നിങ്ങൾക്കൊക്കെ അതൊരു വലിയ തുകയല്ലെന്നറിയാം. എന്നാലും അത്രയും മതി. 50 ലക്ഷം രൂപയോ? ഈ പീക്കിരി കൊച്ചിന് അത്രയും വലിയ വിലയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ചേച്ചി വല്ല 10-20 ലക്ഷം രൂപ പറ. അതല്ലേ എൻ്റെ ഒരു മര്യാദ. ഇത് അഴകത്തെ കുഞ്ഞാ. 10 ലക്ഷം രൂപയ്ക്ക് ഞാനിതിനെ വിറ്റ എനിക്ക് ബുദ്ധിയില്ലെന്ന് കേൾക്കുന്നവർ പറയും. ഞാൻ ചോദിച്ചതൊരു വലിയ തുകയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്റെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചാ നിങ്ങൾക്കിവനെ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് എത്ര കാലം വേണമെങ്കിലും ഈ വീട്ടിൽ തന്നെ വളർന്നോളൂ. നിങ്ങൾ ആരോടായി വില പേശുന്നത്? ദേ, നിങ്ങൾ പോലും അറിയാതെ ഈ കുഞ്ഞ് ഇവിടുന്ന് പോകും. അതിനുള്ള മിടുക്കി സോളമനുണ്ട്. അത്രയ്ക്ക് മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോ. ഞാനൊന്ന് കാണട്ടെ. ദേ, വെറുതെ വേണ്ട, വാശി കേട്ടണ്ട. അയ്യോ, വാശിയൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാണെങ്കിൽ അതൊന്ന് കാണാലോ എന്ന് വെച്ച് പറഞ്ഞതാ. ഓ, എന്റെ അനിയൻ സുമേഷ് മഹാ കുഴപ്പക്കാരനാ. അതിനേക്കാൾ കുഴപ്പക്കാരാ അവന്റെ കൂട്ടുകാര്. അവര് ഈ പരിസരത്തൊക്കെ തന്നെയാ താമസിക്കുന്നത്. രാവും പകലും അവർ ഈ വീടിന് കാവലുണ്ട്. എനിക്ക് കിട്ടുന്ന 50 ലക്ഷം രൂപയിൽ നിന്ന് ചെറിയൊരു വിഹിതം ഞാൻ അവർക്ക് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി നോക്ക്. എവിടുന്നൊക്കെ ആള് വരുന്നേന്ന് അപ്പ കാണാം. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ചോദിച്ച 50 ലക്ഷം രൂപയും കൊണ്ട് ഞാൻ വരും. അന്ന് നിങ്ങൾ ഇവനെ എന്റെ കയ്യിൽ തന്നു വിട്ടാ മതി. ഒരുപാടൊന്നും വൈകാതെ പണം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ അഴകത്തമ്മയ്ക്ക് കൊടുക്കും. അതൊന്നും വേണ്ടി വരില്ല. 50 ലക്ഷം രൂപ തന്ന് ഞാൻ തന്നെ ഇവനെ വാങ്ങും. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എന്റെ കയ്യിൽ നിങ്ങൾക്കുള്ള ക്യാഷ് ഉണ്ടാവും. സോളമ, അമ്മേ,
അഭിയടത്തിൽ നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുഞ്ഞിനെയും കൊണ്ട് അഭിയടത്തിയുടെ അടുത്ത് ചെല്ലപ്പൻ ചെന്നിരുന്നു. അതെയോ? എന്നിട്ട്? ചെല്ലപ്പനെയും കുഞ്ഞിനെയും അവിടെ നിർത്തുന്നത് അപകടമാണെന്ന് തോന്നിയുകൊണ്ട് അഭിയടത്തി എന്നെ അവരെ പാലക്കാടേക്ക് അയച്ചിരിക്കുക. അവിടെ ആരാ ഉള്ളത്? അഭിയടത്തിയുടെ ഒരു പ്രൊഫസർ പാലക്കാടുകാരന്. ആ, അദ്ദേഹത്തിന്റെ അടുത്തേക്കാ അയാൾ അയച്ചിരിക്കുന്നത്. എങ്കിൽ എത്രയും വേഗം നീ പാലക്കാടിന് പോണം. യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ഞാൻ പോകും. ആ, അല്ല, നീ കവിതയോട് എന്താ പറയാൻ പോകുന്നത്? വേറൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം. ആ, നന്നായി. നിന്റെ യാത്രയെക്കുറിച്ച് യാതൊരു സംശയം തോന്നാൻ ഇടവരരുത്. അവൾ എന്തെങ്കിലും അറിഞ്ഞു പോയാൽ പിന്നെ ആ കുഞ്ഞിന് നമ്മുടെ കയ്യിൽ കിട്ടില്ല. അമ്മ പേടിക്കണ്ട. കവിതയ്ക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞിനെയും കൊണ്ട് നീ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്കൊരു മനസ്സമാധാനവും ഉണ്ടാവില്ല. ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല അമ്മേ. ഒന്ന് പാലക്കാട് വരെ പോയി വരുന്ന സമയം അതിനുള്ളിൽ അഴകത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. പക്ഷേ അമ്മ ഒന്ന് സൂക്ഷിക്കണം. അറിയാതെ പോലും അമ്മ ബാലാമണിയോട് ഒന്നും പറഞ്ഞു പോകരുത്. അഭിരാമിയെ കുറ്റപ്പെടുത്തി അവൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ എന്റെ നെഞ്ചു പൊള്ളു. എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞാലോന്ന് പലവട്ടം എനിക്ക് തോന്നിയതാ. അമ്മേ, അമ്മ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കതറിയാം. അത് തന്നെയാ എന്റെ പേടിയും. കുഞ്ഞിനെ അവളെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവളോട് എല്ലാ കാര്യങ്ങളും പറയാം. അതുവരെ ഒന്നും ബാലാമണി അറിയാതിരിക്കുന്നതാണ് നല്ലത്. ദൈവമേ, സമയം ഒരുപാടായി. ലീലാമ്മ ചേച്ചി എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. അതെന്താ ചേച്ചി പറ്റിയത്? വിനയ, അഴകത്തമ്മ ഇപ്പൊ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരെയാണെന്നറിയോ? അത് ചോദിക്കാനുണ്ടോ ലീലാമ്മ ചേച്ചിയെ? എന്താ ചേച്ചി ചിരിക്കുന്നത്? എടാ പൊട്ട, എങ്കിൽ നിന്റെ ആ ധാരണ തെറ്റാ. അവരെന്നേക്കാളും മറ്റാരേക്കാളും പേടിക്കുന്ന മറ്റൊരാളുണ്ട്. അതാരാ ചേച്ചി അങ്ങനെ ഒരാള്? ബാലാമണി. അഴകത്തമ്മ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ബാലാമണിയെ. വേണമെങ്കിൽ ഇന്നത്തെ ദിവസം അവരോടുള്ള പക എനിക്ക് തീർക്കാമായിരുന്നു. ഞാൻ എന്തു പറഞ്ഞാലും ബാലാമണി അത് വിശ്വസിക്കുകയും ചെയ്തേനെ. അവളുടെ മനസ്സങ്ങനെയായിരുന്നു. അയ്യോ, അഴകത്തമ്മ ബാലാമണി ചേച്ചി ചതിച്ചതാണോ? ആണെങ്കിലോ? മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി അവരത് ചെയ്യും. അതവരുടെ സ്വഭാവം. എന്നോടും ചെയ്തത് അതുതന്നെയല്ലേ. നമ്മളാരും കരുതുന്നത് പോലൊരു സ്ത്രീയല്ല അവര്. ജയിലിൽ എന്നെ കാണാൻ വന്നപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിച്ചതെന്നറിയോ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം എനിക്ക് എൻ്റെ മോനെയും കൊണ്ട് തിരിച്ചു പോകാമെന്ന് 100 വട്ടം പറഞ്ഞ് അവരെന്നെ വിശ്വസിപ്പിച്ചു. എന്നിട്ടൊടുവിൽ നീ നോക്കിക്കോ വിനയ, എനിക്ക് തന്ന വാക്കു പാലിക്കാതെ ഒരിക്കലും അഴകത്തമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടാവില്ല. എന്നും അവരുടെ മനസ്സ് നീറിക്കൊണ്ടേയിരിക്കും. എന്റെ കണ്ണീരിന്റെ ശാപം ഒരിക്കലും അവരെ വിട്ടു പോകില്ല. ഏതെങ്കിലും രൂപത്തിലൊക്കെ അവരെ അത് അലട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ലീലാമ്മ ചേച്ചിയെ മനസ്സിലാകുന്നേ ഇല്ല. ലീലാമ്മയെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ അധികം വൈകാതെ അഴകത്തമ്മയ്ക്ക് ചിലതൊക്കെ മനസ്സിലാകും. ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞില്ലെങ്കിലും അഴകത്തമ്മയും ബാലാമണിയും ശത്രുക്കളാകും. അല്ലെങ്കിൽ പിന്നെ ദൈവമെന്ന് പറഞ്ഞൊരു ശക്തി മോളിലിരിക്കുന്നത് എന്തിനാടാ? ബാലാമണി, നീ എന്താ മോളെ കാണിക്കുന്നത്? ഞാൻ എൻ്റെ അമ്മയോടൊരു തെറ്റ് ചെയ്തു. ഞാൻ
ഒരുപാട് വിശ്വസിച്ച അഭ്യർത്ഥി എന്നോട് തെറ്റ് ചെയ്തപ്പോൾ ചിലപ്പോ അമ്മയും കൂടെ അറിഞ്ഞിട്ടായിരിക്കും അത് നടന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരിക്കലും എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ആ തെറ്റിദ്ധാരണ മാറ്റിത്തന്നത് അമ്മയെപ്പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളാ. അവരത് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് വരെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ മറന്ന് ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. അത് പാടില്ലായിരുന്നു. എന്നെ അറിയിക്കാത്ത ഒരു രഹസ്യങ്ങളും എൻ്റെ അമ്മ മനസ്സിൽ കൊണ്ട് നടക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എൻ്റെ ആ തെറ്റിന് അമ്മ എനിക്ക് മാപ്പ് തരണം അമ്മ. ഇത് ഞാൻ അമ്മയോട് പറയണമെന്ന് ആദ്യം ആലോചിച്ചതാ. പിന്നെ തോന്നി ഈ കാര്യം ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അമ്മയോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരായിരിക്കും അതെന്ന്. എന്റെ പൊട്ട ബുദ്ധിക്ക് ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടിയതാ അമ്മ. ആ വിവരൊക്കെ ഉണ്ട് അമ്മ, എന്നോട് ക്ഷമിക്കണം. മോളെ, നീ ഇങ്ങനെയൊന്നും അമ്മയോട് പറയാതെ. നീ കരുതിയിരിക്കുന്നത് പോലെ അമ്മ എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിച്ചിട്ടൊന്നുമില്ല. നിന്നോട് പറയാതെ പലതും അമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരിക്കലും നീ അറിയാൻ പാടില്ല എന്ന് അമ്മ ആഗ്രഹിച്ച കാര്യങ്ങൾ അതൊക്കെ. എനിക്ക് നേരത്തെ അറിയാമായിരുന്ന കാര്യം നിന്റെ കുഞ്ഞും മരിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട അഭിരാമി ആ കുഞ്ഞിനെ മാറ്റിയത്. പകരം ചാപിള്ളയാണ് പിറന്നതെന്ന് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അഭിരാമി ആ കുഞ്ഞിനെ വളർത്താൻ ഒരാളെ ഏൽപ്പിച്ചു. അവിടെ ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ എങ്ങോട്ടോ പോയി. ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടന്ന സമയത്ത് അഭിരാമിക്ക് നിന്നോട് പറയാൻ കഴിയാതെ പോയ കാര്യങ്ങളായി ഇതൊക്കെ. എല്ലാം നിന്റെ നന്മയെ കരുതി ചെയ്ത കാര്യങ്ങളാ മോളെ. പക്ഷേ മതി മതി അമ്മ, ഇനി ഇത് കൂടുതലൊന്നും എന്നോട് പറയരുത്. അപ്പൊ അമ്മ എന്നെ ചതിക്കായിരുന്നല്ലേ? മോളെ ബാലമണി, നീ അമ്മയോട് ക്ഷമിക്ക. ദയവ് ചെയ്ത് അമ്മ ഇനി എന്നോടൊന്നും സംസാരിക്കരുത്. എന്തിനാ അമ്മ എന്നോടിത് ചെയ്തത്?
എന്റെ സ്വന്തം അമ്മയായിട്ടല്ല ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്റെ അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ അമ്മയെ സ്നേഹിച്ചില്ലേ, വിശ്വസിച്ചില്ലേ? അഴകത്തമ്മയുടെ മകളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞില്ലേ? ആ എന്നോട് തന്നെ അമ്മ ഇത് ചെയ്തല്ലോ. മോളെ, അമ്മ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ നീ ഒന്ന് കാണിക്ക്. നിന്റെയും ആ കുഞ്ഞിന്റെയും നന്മയ്ക്ക് വേണ്ടി മാത്രം അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. ഇങ്ങനെയാണോ അമ്മമ്മയുടെ ബാലാമണി രക്ഷിച്ചത്? ഞാൻ എന്റെ മോനെ ഓർത്ത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയോ? അന്നൊക്കെ അമ്മ അത് കണ്ടു എന്നതല്ലാതെ എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞോ അമ്മ? ഇപ്പെന്താ അമ്മ പോലും അറിയാതെ ആ സത്യം അമ്മയുടെ നാവെന്ന് വീണു. അഴകത്തമ്മ ഒരു വലിയ വിഗ്രഹമായിരുന്നു എന്റെ മനസ്സിൽ. അതാ ഇപ്പൊ വീണ് ഉടഞ്ഞു പോയത്. ഇനി ഒരിക്കലും അമ്മയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല, വിശ്വസിക്കാനും.